ഇപ്രാവശ്യം നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് കൊണ്ടുപോകുന്നത് ഒരു ബസ്സിലല്ല 3 ബസ്സിലാണ്. അതും നമ്മുടെ സ്വന്തം പാക്കേജിൽ. ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാലിക്കറ്റ് നിന്നാണ് കേട്ടോ. പോകുന്നതോ കൊടൈക്കനാലിലേക്ക്. ഈ ഒരു ട്രിപ്പിൽ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാട്ടോ കൂടുതലും. ബസ് നോക്കുകയാണെങ്കിൽ ഇതാ ഒന്ന് നമ്മുടെ വയനാടൻ, പിന്നെ ഇതാ റാമ്പിൾ, പിന്നെ നമ്മുടെ വാണ്ടർവ്യൂ. കാലിക്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 1-1.5 മണിക്കൂറാണ് നമുക്ക് മഞ്ചേരിക്ക് വരുന്നത്. മഞ്ചേരി എത്തിയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി പാട്ടെല്ലാം വെച്ച്, കാരണം മഞ്ചേരിയിൽ നിന്ന് കുറച്ച് അധികം ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റുള്ള വണ്ടിയിലൊക്കെ കയറി എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു. അങ്ങനെ പാലക്കാട് എത്തിയപ്പോഴേക്കും നമ്മുടെ 3 ബസ്സും ഫുള്ളായി. ഏകദേശം ഒരു 3-4 മണിക്ക് ശേഷമാണ് എല്ലാവരും ഒന്ന് ഉറങ്ങുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ 7 മണിയായപ്പോഴേക്കും ഇതാ കൊടൈക്കനാലെത്തി. അങ്ങനെ ദാ ആദ്യം തന്നെ ഫ്രഷപ്പ് കൊടുത്ത് അതിനുശേഷം നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു. നല്ല ഫുഡായിരുന്നു കേട്ടോ. നമ്മുടെ വൈറ്റ് ലൈൻ ഹോട്ടലായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഇനി നമ്മൾ പോകുന്നത് ഈ കാണുന്ന ചെറിയ വണ്ടികളാണ് കേട്ടോ. കാരണം വലിയ ബസ്സിനെ അങ്ങോട്ട് കടത്തിവിടില്ല. നമ്മുടെ ഈ ഒരു പാക്കേജിൽ നിങ്ങൾ ഒന്നും അറിയണ്ട, എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. ഈ ഒരു ട്രിപ്പ് വരുന്നത് 2 നൈറ്റും 1 ഡേ ആണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ കൊടൈക്കനാലിൽ നമുക്ക് സ്റ്റേ ചെയ്ത് കാണാൻ പറ്റിയ അത്രയും സ്ഥലങ്ങളൊന്നും ഇല്ല. വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൽപ്പെട്ടൊരു സ്ഥലമാണ് ഇത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതാ പതിവ് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റിയിട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും ഇതാ നമ്മുടെ ബസ് വീണ്ടും എത്തിയിട്ടുണ്ട് നമ്മളെ കൂട്ടാനായിട്ട്. നമ്മൾ പോയത് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ ഏകദേശം കറക്റ്റ് ടൈമിൽ തന്നെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ ദാ അടുത്ത സ്ഥലം നമ്മൾ കണ്ടത് പില്ലർ റോക്ക് ആയിരുന്നു. അങ്ങനെ പില്ലർ റോക്ക് കണ്ടതാ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകുന്നത് ഗുണ കേവിലേക്കാണ് കേട്ടോ. നമ്മൾ പോയതിൽ ഏറ്റവും തിരക്ക് ഗുണ കേവിലായിരുന്നു. കാരണം ഗുണ കേവ് കാണാനാണല്ലോ എല്ലാവരും വരുന്നത് തന്നെ. ഗുണ കേവിലെത്തിയപ്പോൾ വീണ്ടും ഇതേ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റിയിട്ടോ. ഗുണ കേവിൽ നമ്മൾ എത്തിയതും ആദ്യം നമ്മൾ ചെയ്തത് നമ്മുടെ ഗ്രൂപ്പിനെ മാത്രം നിർത്തിയിട്ട്, അതായത് ഒരുമിച്ച് നിർത്തിയിട്ടൊരു വീഡിയോ ഞങ്ങൾ എടുത്തിട്ടോ. അങ്ങനെ അതിനുശേഷം നമ്മൾ നേരെ വന്ന് പിന്നെ ലഞ്ച് കഴിച്ചു. നമ്മൾ കൊടുത്തത് ബിരിയാണി ആയിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ നമ്മൾ ബസ് എടുത്ത് നേരെ പോയത് ലേക്കിലേക്കാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ വീണ്ടും ഇതേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സൈക്കിൾ കിട്ടും. ഇതുപോലെ നമ്മുടെ ബസ്സിൽ വന്ന് ഓൾമോസ്റ്റ് എല്ലാവരും സൈക്കിൾ എടുത്തു. അങ്ങനെ ഞങ്ങൾ രാത്രി വരെ കറക്കം തന്നെയായിരുന്നു പരിപാടി. അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മൾ നേരെ പോയി ഡി ജെ ആയിരുന്നു കൊടുത്തിരുന്നത്. ക്യാമ്പ് ഫയർ വേണ്ടാന്ന് പറഞ്ഞവർ. അങ്ങനെ ഡി ജെ കൊടുത്തിട്ട് പിന്നെ നേരെ ഫുഡ് കൊടുത്തു. നൈറ്റ് ഫുഡ് നമ്മൾ കൊടുത്തത് അൽഫാം, മന്തി റൈസ്, പൊറോട്ട, ചപ്പാത്തി, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ഫുഡ് 3 നേരത്തെ ഫുഡും നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും. ഒരുപാട് ഡോക്ടേഴ്സ് വരെ ഈ ഒരു ട്രിപ്പിലുണ്ടായിരുന്നു. ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു? അങ്ങനെ നമ്മുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് പോകാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ട്രിപ്പിന് വരുന്നത് നോമ്പിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ട്രിപ്പ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഏതായാലും ഇനിയും നമ്മൾ ഒരുപാട് ട്രിപ്പ് ചെയ്യുന്നുണ്ട്. ടൂർ മാത്രമല്ല, നമ്മൾ ഇനി തീർത്ഥയാത്രകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.